പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത് കർത്താവിൻ്റെ വളരെ പ്രത്യേകത നിറഞ്ഞൊരു ഓർമ്മപ്പെടുത്തലോടെയാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. ലോകത്തിന് വേണ്ടി എന്നെ തന്നെ മുറിച്ചു നൽകാൻ ഞാൻ സന്നദ്ധനാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന, നമ്മളെ വലിയ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു വചനം, ഒരു തിരുവചനം. അതേ വചനം ക്രിസ്തുവിനെ കണക്ക് ജീവിച്ച ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. രക്തസാക്ഷിയായ വിശുദ്ധ ജോർജ് ഗീവർഗീസ് പുണ്യാളൻ്റെ തിരുനാൾ. ആലോചിച്ച് നോക്കണം, ഈ മനുഷ്യർ ഇങ്ങനെ വല്ലാത്ത വേദനയിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു സമയത്ത് അയാൾ അവിടെ ആ നാട്ടിൽ ചെന്നെത്തുന്നു. എന്നിട്ട് അവരെ വിഴുങ്ങാൻ നിൽക്കുന്നൊരു വ്യാളിയെ സ്വന്തം ജീവൻ കൊടുത്ത് വധിക്കാനോ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താനോ ശ്രമിക്കുന്നു. അവസാനം അതിനെ കൊന്ന് ആ ഒരു നാടിനെ മുഴുവൻ രക്ഷിക്കാനായിട്ട് അയാൾ ജീവൻ പണയം വയ്ക്കുന്നു. ഇത് ചെറുപ്പം മുതലേ കേട്ട് വളർന്നൊരു കഥയാണ്. രക്തസാക്ഷിയായത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണെന്നും അവനോടുള്ള സ്നേഹത്തെ പ്രതിയാണെന്നും ഒക്കെ പിന്നീടാണ് തിരിച്ചറിയണത്. നേരത്തെ ഇടവകപ്പള്ളി വിശുദ്ധ ഗീവർഗീസിൻ്റെ മധ്യസ്ഥതയിലുള്ളതായതുകൊണ്ട് തന്നെ ഈ തിരുനാൾ അത്ര ആഘോഷത്തോടുകൂടെ എല്ലാ വർഷവും ആഘോഷിച്ചിരുന്നു. ചെല്ലുമ്പോഴൊക്കെ നമ്മുടെ മുന്നിലിങ്ങനെ കുതിരപ്പുറത്ത് ഒരു വ്യാളിയെ കൊല്ലുന്ന ഒരു ഹീറോയായിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. അതിൻ്റെ പിന്നാമ്പുറ കഥകൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അറിയണത്, ഇതുപോലൊരു നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ ഒരു വ്യാളി വന്നവരെ എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്നു. നാട് മുഴുവൻ നശിപ്പിക്കാതിരിക്കാനായി ഓരോ ദിവസം ഓരോ മനുഷ്യരെ വീതം ഭക്ഷിക്കാൻ കൊടുക്കണമായിരുന്നു. ഭക്ഷണത്തോടൊപ്പം ചെല്ലുന്ന ആളെയും ഈ വ്യാളി ഭക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നറുക്ക് വീഴുന്നത് അവിടുത്തെ രാജാവിൻ്റെ മകൾക്ക്. എല്ലാവരും കണ്ണീരോടുകൂടെ അവളെ യാത്രയാക്കുന്നു. ആ സമയത്ത് അവിടെ എത്തിച്ചേരുന്ന വിശുദ്ധ ഗീവർഗീസ് ഈ പെൺകുട്ടിയെയും ആ നാടിനെ മുഴുവനും രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെയും വ്യാളിയുടെയും നടുവിൽ നിന്ന് അയാൾ തിന്മയുടെ പ്രതിരൂപമായ ആ ഒരു വ്യാളിയോട് യുദ്ധം ചെയ്യുന്നു. അവസാനം അതിനെ കൊലപ്പെടുത്തി ആ ഒരു നഗരത്തെ മുഴുവൻ രക്ഷിക്കുന്നു. ഇതിൽ യുദ്ധം ചെയ്യാൻ പോയതോ ധീരനായി നിൽക്കുന്നതോ ഹീറോയായിട്ട് പരിവേഷമണിഞ്ഞതോ ആയിരുന്നില്ല നമ്മളെ പണ്ട് മുതലേ ഈ ഒരു മനുഷ്യനിലേക്ക് അടുപ്പിച്ചത്. നേരെ മറിച്ച് ഒരു നാടിന് വേണ്ടി ഒരാവശ്യമില്ലാതിരുന്നിട്ടും വഴിയെ പോയ ഒരാൾ ആ നാടിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇങ്ങനെ യുദ്ധത്തിനൊരുങ്ങുന്നൊരു കാഴ്ചയായിരുന്നു. കർത്താവ് സുവിശേഷത്തിൽ പറയണത്, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. കർത്താവിനെ കണക്ക് ഈ കർത്താവിൻ്റെ ഈ വചനം ജീവിക്കുന്നത് കണക്ക് ചില മനുഷ്യരിങ്ങനെ മറ്റുള്ളവർക്ക് മറയായും സംരക്ഷണമായും കാവലായും ഒക്കെ മാറുന്നത് കാണുന്നില്ലേ? ഒന്നാമത്തെ വായനയിൽ നമ്മൾ പീലിപ്പോസിനെ കാണുന്നുണ്ട്. പീലിപ്പോസിനെ ഒരു ആത്മാവാണ് നയിക്കുന്നത്. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഒരു ഷണ്ഡനായിട്ടുള്ളൊരു മനുഷ്യനെ കർത്താവിങ്കിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു പൊസിഷനിൽ പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അയാൾ രഥത്തിലൊന്നും സഞ്ചരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാളെ കർത്താവിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആത്മാവ് അയാളെ രഥത്തോട് ചേർന്ന് നടക്കുന്നുണ്ട്. എന്താണോ ആ ഷണ്ഡന ആവശ്യമുണ്ടായിരുന്നത്, തിരിച്ചറിവ്, തെളിച്ചം, അത് പീലിപ്പോസ് വഴിയായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അയാളുടെ മാമോദീസായും കഴിഞ്ഞ് നമ്മൾ വായിക്കുന്ന വചനം ഇതാണ്: അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പീലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി. ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് ഒരാളെ ആത്മാവ് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം ആ നിയോഗം കഴിയുമ്പോൾ അയാളെ ആത്മാവ് തിരിച്ചെടുക്കുന്നു. വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ച് പിന്നീട് ആ നാട്ടിൽ എന്ത് ചെയ്തു എന്നോ, ആ നാടിൻ്റെ രാജാവായെന്നോ, ആ നാടിൻ്റെ ആദരങ്ങൾ ഏറ്റുവാങ്ങി അവിടെ ജീവിച്ചെന്നോ എന്നുള്ളൊരു കേൾവിയേ ഇല്ല. അതായത് ആ നിയോഗം കഴിഞ്ഞിട്ട് ആൾ പോയി. നിയോഗത്തിനായിട്ട് ആത്മാവ് പുണ്യാളനെ അവിടെ കൊണ്ടു ചെല്ലുന്നു. അതിനുശേഷം ആ നിയോഗം കഴിയുമ്പോഴേക്ക് ആൾ മറഞ്ഞു പോകുന്നു. നമ്മുടെ ഈ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു മൂവി കണ്ടായിരുന്നു, ആമേൻ എന്ന് പറഞ്ഞൊരു മൂവി. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഗീവർഗീസ് പുണ്യാളൻ്റെ ഓർമ്മയാണ് അതിനകത്ത് വരണേ. കുന്തത്തിന് പകരം ഗിറ്റാറും തൂക്കി വരുന്നൊരു പുണ്യാളൻ.
അവിടെ ഒരു നിയോഗം ഉണ്ടായിരുന്നു ആൾക്ക്. ആ നിയോഗം പൂർത്തിയാക്കി ആ ഒരു നാട്ടിൽ നിന്ന് മറഞ്ഞേ പോകുന്ന ഒരു പുണ്യാളനെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷമാണ് ശരിക്കുള്ള അച്ഛനായിട്ടൊക്കെ അച്ഛൻ അവിടെ ചാർജ് എടുക്കാൻ വരുന്നതൊക്കെ കാണുന്നത്. ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ആരിലേക്കാണോ തൻ്റെ സഹായം ആവശ്യമുള്ളത് അതനുസരിച്ച് നടന്നു ചെല്ലുകയും ആ നിയോഗം പൂർത്തിയാക്കാൻ സ്വന്തം ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു വിശുദ്ധൻ. ആ വിശുദ്ധൻ തീർച്ചയായും കർത്താവിൻ്റെ വചനം ജീവിക്കുന്നൊരു വിശുദ്ധനാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈ ജീവിതം കൊടുത്ത് മനുഷ്യരെ രക്ഷിക്കാൻ ശ്രമിച്ചൊരു വിശുദ്ധൻ എന്നുള്ള നിലയിൽ നിന്ന് വിശുദ്ധ ഗീവർഗീസ് ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിതം സമർപ്പിച്ചതെന്നുള്ള തെളിച്ചത്തിലേക്ക് എത്തിച്ചേരുന്നത് പിന്നെയും കുറേ നാളുകൾക്ക് ശേഷമാണ്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇങ്ങനെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ വചനത്തെ പ്രതി അവൻ്റെ നാമം പറയുന്നതിനെ പ്രതി വിട്ടുകൊടുക്കാൻ മനസ്സാകുന്ന ധീരനായിട്ടുള്ളൊരു രക്തസാക്ഷി. അത് നമ്മളെ വളരെ പ്രചോദിപ്പിക്കുന്നൊരു കാര്യമാണ്. കർത്താവിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ, ജീവിതം കൊടുക്കാൻ തയ്യാറായ മനുഷ്യൻ. ദൈവത്തിന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കാൻ മനസ്സാകുന്ന മനുഷ്യർക്ക് ഇങ്ങനെ കൂടെയുള്ളവരുടെ കാര്യത്തിൽ വലിയൊരു സംരക്ഷണ കവചമായിട്ട് നിൽക്കാൻ കഴിയുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത്. തീർച്ചയായിട്ടും നമ്മളെ വചനം ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം അതാണ്. നിങ്ങൾ സഹോദരൻ്റെ കാവൽക്കാരാണ്. നിങ്ങൾ സഹോദരൻ്റെ കാവൽക്കാരൻ. കർത്താവ് കൊടുക്കുന്ന നിയോഗമാണ്. കർത്താവിന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കാൻ മനസ്സാകുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ദൈവം കൊടുക്കുന്ന നിയോഗമാണ്. കർത്താവ് പറയണത് കേട്ട് ജീവിക്കുന്ന മനുഷ്യർ. വിശുദ്ധ ഔസേപ്പിതാവിനെയൊക്കെ കാണുന്നില്ലേ? ദൈവം പറയണതനുസരിച്ചിട്ട് പിന്നീട് പരിശുദ്ധ മാതാവിനും ഉണ്ണീശോയ്ക്കും വേണ്ടിയിട്ട് സ്വന്തം ജീവനും ജീവിതവും സമർപ്പിക്കുന്ന ഒരാൾ. അതേ കണക്ക് ഇവിടെ നീ സഹോദരൻ്റെ കാവൽക്കാരനാണെന്നുള്ള കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തൽ കേട്ട് ജീവിതം മുഴുവൻ മറ്റുള്ളവർക്കായി ഇങ്ങനെ ഒരു കാവലായി മാറിയ ഒരാൾ. ഞാൻ ആടുകളുടെ വാതിലാണെന്നൊക്കെ ഈശോ പറയുന്ന വചനഭാഗങ്ങൾ ഈ ആഴ്ചയൊക്കെ നമ്മൾ ധ്യാനിക്കും. അതുപോലെ കാവലായിട്ടും കരുതൽ നൽകിയും മനുഷ്യരെ സംരക്ഷിക്കാൻ സ്വർഗമയച്ച ദൂതനെ പോലെ വിശുദ്ധ ഗീവർഗീസ് നമ്മളെ ഈ തിരുനാൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അത് തന്നെയാണ്. കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന നിയോഗങ്ങൾ ജീവിക്കാനായി, എന്ത് വില കൊടുത്തും ജീവിക്കാനായി ഒന്ന് മനസ്സാകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ സംരക്ഷകനായും കാവലാളായും മുന്നോട്ട് പോകാനായി, അവരുടെ ജീവിതത്തിന് സംരക്ഷണ കവചമായി മാറാനായിട്ട് പറ്റിയേക്കും. കർത്താവെ, ഞങ്ങളെ അതിന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങ് എങ്ങനെയാണോ ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി സ്വയം അപ്പമായി തീർന്നത്, ഭക്ഷണമായി മാറിയത്, അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടി ജീവിതം കൊടുക്കാനും മാത്രമുള്ള കരുതലായി മാറാൻ, കാവലാളായി മാറാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഈ തിരുനാളിൽ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവെ, കൂടെയുള്ളവരാരും ഒറ്റയ്ക്കായി പോവാത്ത വിധത്തിൽ അവരുടെ ജീവിതത്തിന് സ്വർഗത്തിൻ്റെ സംരക്ഷണം തീർക്കാൻ ഉള്ള ഞങ്ങളുടെ നിയോഗത്തെ മറന്നു പോവാതിരിക്കാനുള്ള കൃപ തരണമേ എന്നുള്ള വലിയ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ജീവനായി മാറാൻ സ്വയം അപ്പമായി മാറിയവൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് സ്വർഗത്തെ നോക്കി ആക്രോശിക്കുന്നവരുടെ ഇടയിൽ ഞാനല്ലാതെ മറ്റാരാണ് അവന് കാവലാളാവുക എന്നുള്ള ഉള്ളിൻ്റെ ചോദ്യം കേട്ട് അവർക്ക് സംരക്ഷണം നൽകുന്ന മനുഷ്യരായി ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യണേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യ
ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ